ഹലോ ഹായ് കൂട്ടരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയായ പാകിസ്ഥാനി ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതെ, ഞാൻ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഇത് കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? യൂട്യൂബിൽ വൈറലായ പാകിസ്ഥാനി ചിക്കൻ്റെ വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിൽ ഇൻട്രസ്റ്റ് തോന്നി അത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കുറച്ച് റെഫർ ചെയ്ത് പഠിക്കുകയും ചെയ്തു. അതിനുശേഷം പരീക്ഷിച്ച് വിജയിച്ച ഒരു റെസിപ്പിയാണ് ഇത്. ഈ ചിക്കൻ റെസിപ്പി വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. നമ്മുടെ വെറൈറ്റി ചിക്കൻ റെസിപ്പീസിൻ്റെ കൂടെ ഇപ്പോൾ പാകിസ്ഥാനി ചിക്കനുമുണ്ട്. ഇടയ്ക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി അതിഥികളെയും സൽക്കരിച്ചു. അപ്പോൾ അവരിൽ നിന്ന് നല്ല ഫീഡ്ബാക്സാണ് കിട്ടിയത്. അവർ ഈ റെസിപ്പിയെക്കുറിച്ച് ചോദിക്കുകയും മനസ്സിലാക്കുകയും താങ്ക്സ് പറയുകയും ചെയ്തു. ആ ഒരു കോൺഫിഡൻസിലാണ് ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കൂടാതെ ഇതേ വീഡിയോ തന്നെ ഒരു ഹിന്ദി വൈറൽ വീഡിയോയുടെ വോയിസുമായിട്ട് റീമിക്സ് ചെയ്ത് ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണം. കാരണം ആ ഹിന്ദി വോയിസുമായിട്ട് ഈ ഒരു വീഡിയോ സെക്കൻഡ്സിനുള്ളിൽ ലിമിറ്റ് ചെയ്ത് കാണിക്കുക എന്നെ സംബന്ധിച്ച് ദുഷ്കരമായിരുന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അതുണ്ടാവണം. അതെനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെ ആയിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് റെസിപ്പിയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായി ചോദിക്കണം. ഇത് ഒരു നാടൻ റെസിപ്പി അല്ലാത്തതിനാൽ ഞാൻ കൃത്യമായി പഠിച്ച് അതിൻ്റെ അളവുകളൊക്കെ മനസ്സിലാക്കി പല പ്രാവശ്യം പരീക്ഷിച്ച ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പർ ടേസ്റ്റ് ഉറപ്പാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന യമ്മി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ അതെല്ലാം അതിൻ്റെ ഓർഡറിൽ തന്നെ കൃത്യമായ അളവുകൾ പറഞ്ഞ് തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ആദ്യമേ തന്നെ നമുക്ക് എല്ലാ ചേരുവകളും ഓരോന്നായി റെഡിയാക്കി വച്ചിട്ട് തുടങ്ങാം. അപ്പോൾ പിന്നെ പ്രയാസമില്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ചേരുവകളൊന്ന് കണ്ടാലോ? അപ്പോൾ ആദ്യമായിട്ട് ഞാനതിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 800 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 3 തക്കാളി, 4 സവാള, 4 പച്ചമുളക്, പിന്നെ അതിന് വേണ്ട പൊടികളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ്, കുറച്ച് നെയ്യ് മതി. ഉപ്പ് പാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. അതിൽ നിന്ന് ആവശ്യത്തിന് ഉപ്പ് മതി. കസൂരി മേത്തി, പിന്നെ ഫ്രഷ് ക്രീം വേണം. കട്ട തൈര്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, മുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, ബട്ടർ, കുറച്ച് വെള്ളം. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ ചിക്കൻ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത്. എൻ്റെ കിച്ചൺ സ്ലാബിൽ ജനാല വഴി പടിഞ്ഞാറൻ വെയിലടിക്കുന്നതിൻ്റെ ഷെയ്ഡാണ് ഈ കാണുന്നത് കേട്ടോ. ലൈറ്റിലൊരു വേരിയേഷൻ കാണുന്നത്. അപ്പോൾ എല്ലാ പൊടികളും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആ ഗ്ലാസ് പാത്രത്തിൽ കൂടി തട്ടിയപ്പോഴാണ് ഷെയ്ഡായിട്ട് കാണുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കാം. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക്
ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഞാൻ മിൽമയുടെ നെയ്യാണെന്ന് എടുത്തത്, ഏത് വേണമെങ്കിലും ഒഴിക്കാം. നെയ്യിലാണ് പ്രിപ്പറേഷൻ. അപ്പം അതൊക്കെ ടേസ്റ്റ് ഹൈലൈറ്റ്സ് ആണ്. അപ്പം അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ഇനി ആ നെയ്യും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം ഇടാം. അതൊന്ന് മിക്സായി ചെറുതായിട്ട് മൂത്ത മണം വരട്ടെ. കൂടുതൽ ഡ്രൈ ആകേണ്ട കാര്യമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ത്രൂ ഔട്ട് മിക്സിങ്ങിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇടാം. വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മസാലകൾ എല്ലാം ഉള്ളിലേക്കും പിടിക്കണമല്ലോ. അപ്പം നെയ്യിൽ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നെയ്യും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ അതിൽ ചിക്കൻ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റണം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ്സ് ആണ്. അപ്പോൾ ഒന്ന് വഴറ്റി എടുത്താൽ ഇനി നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഒരു 4 സവാളയാണ് ഞാൻ എടുത്തത്. അത് മീഡിയം സൈസായിരുന്നു. സൈസ് വ്യത്യാസം അനുസരിച്ച് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ആകാം. ഇനി അതുകൂടി യോജിപ്പിച്ചെടുക്കണം. സവാളയും ചിക്കനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി നെയ്യിൽ കിടന്ന് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ല ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ കാണാൻ ഒരു വെളുത്ത നിറമാണ്, ഇപ്പോൾ നമുക്കൊരു ലുക്ക് തോന്നുന്നില്ല. പക്ഷേ നല്ല ഫ്ലേവറാണ്. നെയ്യും സവാളയൊക്കെ മൂത്ത് വരുന്ന നല്ല ഫ്ലേവറാണ് കിട്ടുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുന്നു. അപ്പോൾ അതും ചേർത്ത് മിക്സ് ചെയ്യാം. ഉപ്പും എല്ലാ സ്ഥലത്തും നന്നായിട്ട് യോജിച്ച് വരട്ടെ. എല്ലാം നന്നായിട്ട് ഒരുപോലെ എല്ലാ ഭാഗത്തും മിക്സായി വരണം. നമുക്ക് യോജിപ്പിച്ച് അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. എടുത്തു വച്ചിരിക്കുന്ന 4 പച്ചമുളക് കൂടി ചേർക്കാം. അതും ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പച്ചമുളകൊക്കെ ആ നെയ്യിൽ കിടന്ന് വാടി വരും. സൈഡിലൊക്കെ ഇരിക്കുന്ന സവാളയൊക്കെ നീക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ച് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സവാളയും ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോഴേക്കും കുറച്ചൊന്ന് കുക്കാവും. 10 മിനിറ്റ് കഴിഞ്ഞ് മൂടി മാറ്റിയപ്പോൾ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. സവാളയിലെയും ചിക്കൻ്റെയൊക്കെ വെള്ളം കുറച്ചൊന്ന് ഊറി വന്നിട്ടുണ്ട്. അതൊക്കെ നെയ്യുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിനെ ഒരു സൈഡിലേക്ക് ഒതുക്കാം. എന്തിനാണെന്നല്ലേ നമുക്ക് നോക്കാം. സൈഡിലേക്ക് ഒതുക്കിയിട്ട് ആ ഭാഗത്താണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർക്കുന്നു. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നു. ഈ തക്കാളി മിക്സ് ചെയ്യുന്നില്ല. ഇതേപോലെ വെച്ച് തന്നെ മൂടി വെച്ച് അടച്ച് 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് യോജിപ്പിക്കുന്നു. തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പുമായി കഴിഞ്ഞു. 1 by 1 ആയിട്ടാണ് മിക്സിങ്ങും. വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല. നെയ്യും ഇതിലുള്ള വെള്ളവും മാത്രമാണ്. സൈഡിലുള്ളതെല്ലാം നീക്കി ഇതിലോട്ട് ചേർത്ത് മസാലയല്ല തക്കാളിയും സവാളയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി തന്നെ കിട്ടട്ടെ. അപ്പം അതിൻ്റെ എല്ലാം ജ്യൂസ് ചിക്കനിലേക്ക് പിടിക്കണം. നല്ല സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്.
അതോടൊപ്പം തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി വീണ്ടും ഇതിനെ യോജിപ്പിക്കുന്നു. ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയുമൊക്കെ ആ നെയ്യിൽ വീണ്ടും വഴന്ന് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഈ ചിക്കനിലേക്കൊക്കെ നന്നായി പിടിച്ചു വരണം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ നാടൻ ചിക്കനിലേതുപോലെ എല്ലാ മസാലയും കൂടി ഒരുമിച്ചിടുകയല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 1 by 1 ആയിട്ടാണ് ചേർക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി തന്നെ ചെയ്യണം. എങ്കിലേ നമുക്ക് അത്രയും ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ മല്ലിയുടെ മഞ്ഞളിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. ഇനി ഒന്നുകൂടെ നമുക്ക് ചേർത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് മൂടി മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്. പച്ച ജീരകം പൊടിച്ചെടുത്തതാണ്, വറുത്തതല്ല. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇത് കാശ്മീരി മുളക് കൂടി ചേർത്ത പൊടിയാണ്. 2 ഭാഗം കാശ്മീരി മുളകും 1 ഭാഗം സാധാരണ മുളകും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഈ പൊടികളെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. ഈ പൊടികൾ വീണ്ടും ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ നെയ്യിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി മൂത്ത് വരണം. ഇതുവരെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. എല്ലാം നെയ്യിലാണ് കുക്കായി വരുന്നത്. വീണ്ടും അതിന് നന്നായിട്ട് ഒന്ന് ഇളക്കണം. നല്ലൊരു കുഴമ്പ് രൂപത്തിലായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊന്നും അങ്ങനെ കാണാനില്ല, എല്ലാം നല്ല സോഫ്റ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മുടെ മസാലയെല്ലാം ഒന്ന് മിക്സായി ഒന്ന് കുറുകി വരണം. അപ്പോൾ അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. മസാലയ്ക്കൊന്ന് തിക്കാകാനുള്ളൊരു സ്പേസ് വേണമല്ലോ. അതിന് എപ്പോഴും നമ്മൾ കുറച്ചൊരു വെള്ളം നമ്മുടെ കറികളിലും ചേർക്കാറുണ്ടല്ലോ. അതേ പ്രോസസ്സ് തന്നെയാണ്. വീണ്ടും നല്ല മിക്സിങ് കൊടുക്കുക. ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. ഓവർ കുക്ക്ഡ് അല്ല. ഓവർ കുക്കായാൽ അത് പൊടിഞ്ഞു പോകും. വീണ്ടും അതിനെ ചേർത്ത് വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ചേർക്കേണ്ടത്. കട്ട തൈരായിരിക്കണം, പുളിയില്ലാത്ത തൈരായിരിക്കണം. കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പുളിപ്പ് കറിക്കുണ്ട്. കട്ട തൈരില്ല, കുറച്ച് ലൂസാണെങ്കിൽ അതൊരു സ്ട്രെയിനറിൽ വെച്ച് നമ്മൾ കുറച്ച് നേരം അരിപ്പയിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് കട്ടയായിട്ട് കിട്ടും. അങ്ങനെയും എടുക്കാം. അപ്പോൾ നമ്മുടെ തൈര് ചേർത്തപ്പോൾ തന്നെ കണ്ടോ, ചിക്കൻ്റെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറി നല്ല തിക്ക് ഗ്രേവിയായി, കൊഴുത്ത ഗ്രേവിയായി അല്ലേ. കണ്ടാൽ തന്നെ അത് ക്രീമി ആയിട്ട് തോന്നുന്നുണ്ട്. തൈരൊഴിച്ച് ഒരുപാട് ബോയിൽ ചെയ്യില്ല. ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, മീഡിയം ഫ്ലെയിമിലിടണം. എങ്കിലും അത് ഒന്ന് കുക്കായി അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പം അത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. അതോടൊപ്പം തന്നെ 1 സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നു. ഗരം മസാല നമ്മുടെ നാടൻ ഗരം മസാല തന്നെയാണ് ചേർത്തത്. കസൂരി മേത്തി എന്നാൽ നിങ്ങൾക്കറിയാം, ഉലുവയുടെ ഇല ഉണക്കി പൊടിക്കുന്നതാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ ഒരു പ്രധാന ഐറ്റം തന്നെയാണ്. അവർ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ കൂടി ഇതൊക്കെ ചേർത്ത് കുഴയ്ക്കാറുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവർ നൽകും. കൂടാതെ ഇത് ഹെൽത്തിയുമാണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പാകം ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു, കുക്കായി കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ ആയിട്ടുണ്ട്. കസൂരി മേത്തിയും ഗരം മസാലയൊക്കെ നല്ലൊരു ഫ്ലേവർ, ഒരു വ്യത്യസ്തമായ ഫ്ലേവറാണ് ഈ കറിക്ക് നൽകുന്നത്. ഇനി എന്താണ് ചേർക്കുന്നതെന്നല്ലേ, ഇനി നമുക്കതിലേക്ക് ബട്ടർ ചേർക്കാം. ബട്ടറിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. കുറച്ച് കൂടിയാലും അത് ഫ്ലേവർ റിച്ച്നെസ് കൊടുക്കുകയുള്ളൂ. കൂടെ തന്നെ കുറച്ച് ക്രീമും ചേർക്കാം. ഈ ബട്ടറും
ക്രീമും കൂടെ ചേർന്ന് ഒരു റിച്ച് ടേസ്റ്റ് ആൻഡ് ഫ്ലേവറാണ് നൽകുന്നത്. നല്ലൊരു മണവുമാണ്. നമ്മളിത് കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയാൽ പോലും കയ്യിൽ ആ മണം നിൽക്കും. അത്രയും ടേസ്റ്റിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതിൽ നമ്മൾ ഒഴിവാക്കുന്ന കാര്യം മല്ലിയില, പുതിനയില, കറിവേപ്പില, കുരുമുളക്. അപ്പം നമ്മുടെ ചിക്കൻ കറിയിൽ ചേർക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട വിഭവങ്ങൾ നമ്മളിതിൽ ഒഴിവാക്കുകയാണ്. കൂടാതെ കടുക് താളിക്കുന്നില്ല. നിങ്ങളിത് കാണുമ്പോൾ ചെറിയ കറുപ്പൊക്കെ കാണുന്നത് കസൂരി മേത്തിയുടേതാണ്. അപ്പോൾ നമ്മുടെ താളിപ്പില്ല. ഇത്രയും കാര്യങ്ങൾ, നമ്മുടെ പ്രധാന കാര്യങ്ങൾ ഒഴിവാക്കിയാണ് ഈ ചിക്കൻ കറി ചെയ്യുന്നത്. പക്ഷെ സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് അതിൻ്റെ കഷ്ണങ്ങളിലൊക്കെ അങ്ങ് പുരണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കഴിക്കാം, ഏതിനോടൊപ്പം കഴിക്കാം എന്നൊന്നും ഞാൻ പറയണ്ട. തീർച്ചയായിട്ടും കാണുമ്പോൾ മനസ്സിലാവും. ചോറിനോടൊപ്പമോ പൊറോട്ട, ചപ്പാത്തി, അപ്പം, ദോശ എങ്ങനെ വേണോ ഏതിനോടൊപ്പം, നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഏത് ഡിഷിനോടൊപ്പവും നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ യൂട്യൂബ് ഷോർട്ട് കാണാൻ മറക്കരുത്. ഞാൻ അത്രയും എഫേർട്ട് എടുത്താണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു all. Thank you for watching. Stay blessed. Thank you once again.